നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്ത് നല്ലൊരു അടിപൊളി സ്കിന്ന് കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്കിൻ കെയർ കൂടിയാണിത്. സ്കിന്ന് നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ കൂടി ഹെൽപ്പാകുന്നൊരു പ്രൊഡക്റ്റാണിത്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. നമ്മുടെ വൈറലായൊരു സ്നെയിൽ മ്യൂസിൻ ഉണ്ട് കോസാറക്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇനി വൈറലാവാൻ പോകുന്ന കോസാറക്സിൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, കോസാറക്സിൻ്റെ 6 പെപ്റ്റൈഡ് സ്കിൻ ബൂസ്റ്ററാണ്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെറായിട്ട് യൂസ് ചെയ്യാം, ഇത് മാത്രമായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന വിറ്റാമിൻ സിയോ അല്ലെങ്കിൽ നയാസിനമൈഡോ ആൽഫാർബുട്ടിനോ അങ്ങനെ ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 4 to 5 months അടുത്താവുന്നുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. വേറെ അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് പുതിയ ഒരു ബോട്ടിൽ എടുത്തേക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഒരു 5 months ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 6 പെപ്റ്റൈഡ്സ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ, ഫൈൻ ലൈൻസ്, പിന്നെ പോൾസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഈവൻ ടോൺ കിട്ടാനും ഒക്കെ ഹെൽപ്പാകുന്നൊരു സെറം കൂടിയാണിത്. ഞാനിത് യൂസ് ചെയ്യുന്നത് ടോണറായിട്ടാണ്. ടോണർ മീൻസ് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്തത് കോസാറക്സിൻ്റെ HA/BHA ടോണറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഇത് വാങ്ങിച്ചിട്ട് ഗൈസ് എനിക്ക് പറയാൻ വാക്കുകളില്ല. അതായത് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യം സ്നെയിൽ മ്യൂസിൻ പെട്ടെന്ന് ആ വൈറലാവുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് സ്ക്രോൾ ചെയ്ത് താഴെ കാണാം. ആക്ച്വലി ആ വീഡിയോ ഇട്ട് കഴിഞ്ഞേ പിന്നെയാണ് ഞാൻ കുറേ വീഡിയോ മലയാളത്തിലൊക്കെ കണ്ടു തുടങ്ങിയത്. കോസാറക്സിൻ്റെ ആ ഒരു സ്നെയിൽ മ്യൂസിൻ്റെ ആ ഒരു സംഭവം പിന്നെ വൈറലായപ്പോൾ. അപ്പോൾ അത് ആ ഒരു കൊറിയൻ സ്കിൻ കെയർ ചെയ്തിട്ടാണ് എൻ്റെ സ്കിൻ കെയർ ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് കോസാറക്സ്. എൻ്റെ സ്കിന്നിന് വർക്കാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ്. എനിക്കിഷ്ടമായി, അടിപൊളിയാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് ഒരു ടോണറായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കത് ടോണറായിട്ട് യൂസ് ചെയ്യാം, സെറായിട്ടും യൂസ് ചെയ്യാം. ആക്ച്വലി ഇതൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സെറംസ് ഉണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറച്ചും കൂടി കൂടുതലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആൽഫാർബുട്ടിൻ അങ്ങനത്തെ സംഭവങ്ങൾ, സെറംസ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഇതൊരു ടോണറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറത്തിൻ്റെ എഫക്റ്റീവ്നെസ് കൂടും. മനസ്സിലായോ? അതായത് നമ്മൾ വിറ്റമിൻ സി സെറം പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതും വിറ്റമിൻ സി സെറം കൂടെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിസിബിൾ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിത് യൂസ് ചെയ്യാത്തപ്പോൾ പോൾസൊക്കെ കുറച്ചൊന്നൊരു വിസിബിളായി തുടങ്ങിയിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് പോൾസ് ഉണ്ടല്ലോ, അതിവിടെ ഒന്ന് വിസിബിളായി തുടങ്ങിയിട്ടുണ്ടായി. ഇത് യൂസ് ചെയ്തപ്പോൾ അതങ്ങോട്ട് ഇല്ലാണ്ടായി എന്നുള്ളതാണ്. നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, എനിക്ക് ക്യാമറ കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് അത്ര വിസിബിളായിട്ടുള്ള പോൾസൊന്നും എനിക്കില്ല. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ, ക്യാമറയിൽ കൂടെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഇവിടെ ഒരു ചെറുതായിട്ടൊക്കെ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു പോൾസ് ഉണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തപ്പോൾ ആ പോൾസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് റിങ്കിൾസ്, വയസ്സായില്ലേ, റിങ്കിൾസൊക്കെ തിരിച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായി. ഇത് യൂസ് ചെയ്തപ്പോൾ അതും പോയി. അപ്പോൾ അങ്ങനത്തെ കുറേ ഗ്രേറ്റ് കാര്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. പിന്നെ ആക്നി മാർക്സ് റെഡ്യൂസ് ആവുന്നുണ്ട്. ഇവിടെ ഒക്കെ കുറച്ച് ആക്നി മാർക്സ് ഉണ്ടായിട്ടുണ്ട്, അത് റെഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഓൾ ഇൻ ഓൾ പ്രൊഡക്റ്റാണിത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യും. ഞാനിപ്പോൾ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ പാറ്റ് ചെയ്താൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടും. സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് ന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ സ്കിൻ ബൂസ്റ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ആക്റ്റീവ് സെറംസ് ഏതെങ്കിലും യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു നയാസിനമൈഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ആൽഫ ആർബുട്ടിൻ അത് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഏത് കാണിച്ചു തരണം, ഏതെങ്കിലും നയാസിനമൈഡ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി ഈ ഒരു സെറം ഈ നയാസിനമൈഡിൻ്റെ ഫോക്സ്റ്റൈലിൻ്റെ നയാസിനമൈഡ് ക്ലാരിഫയിങ് സെറാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത ദെൻ സെറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ആക്ച്വലി ഇത് എത്രാമത്തെ ബോട്ടിലെന്ന് എനിക്ക് കൗണ്ട് തന്നെ ഇല്ല. ഞാനിതിപ്പോൾ എത്ര വർഷമായി യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഹൈഡ്രേഷൻ തരുന്നതും എന്താ സ്കിന്ന് നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ കൂടി ഹെൽപ്പാകുന്നൊരു പ്രൊഡക്റ്റാണിത്. ഈ ഒരു സ്കിൻ കെയർ ചെയ്താൽ തന്നെ നമുക്ക് എന്താ നല്ല ഈവൺ ടോണായിട്ടും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്ത് നല്ലൊരു അടിപൊളി സ്കിന്ന് കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്കിൻ കെയർ കൂടിയാണിത്. ഇൻ കേസ് നിങ്ങൾക്ക് നല്ലോണം ആക്നിയൊക്കെ ഉള്ളവരാണെങ്കിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ബൂസ്റ്റർ സെറം യൂസ് ചെയ്താൽ സാലിസിലിക് ആസിഡിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കൂടും. ആക്ച്വലി എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലിയാണ്. ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പാക്കാറില്ല. ഇത്രയും സംഭവങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ബട്ട് ഇതെല്ലാം കൂടി ഒന്ന് ലോക്ക് ഇൻ ചെയ്യാനായിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർമുല ആരക്സിൻ്റെ ഈ ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറാണ്. ഞാൻ മോയ്സ്ചറൈസർ പല ടൈപ്പ് ഉണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻസ് ഓൺ മൈ മൂഡ് ആൻഡ് സ്കിൻ കണ്ടീഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല സെറംസും മാറും. ഇപ്പോൾ നല്ലോണം ആക്നിയും അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ആയിട്ടിരിക്കുന്ന ടൈമിൽ സ്കിൻ കെയർ ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഈ ബൂസ്റ്റർ സെറവും ഈ കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിനും ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. സോ നൗ ഐ ആം ഡൺ വിത്ത് മൈ സ്കിൻ കെയർ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 7 മണി നേരം ആയിട്ടുണ്ടാവും. 7 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. മോർണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യും. രാത്രി വേണ്ടല്ലോ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യലില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ വേണം, അതായത് പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് റെഡ്യൂസായി റിങ്കിൾസും അല്ലെങ്കിൽ ഫൈൻ ലൈൻസൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാനൊക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe. I'll see you guys in my next videos. Until then, bye.